അപ്പോൾ മച്ചന്മാരെ വെൽക്കം ടു പാലക്കാട് വ്ളോഗർ. ഇന്നെന്താ പരിപാടി പറഞ്ഞാൽ ഇന്ന് നമ്മൾ ശ്രീനാരായണ ഗുരു പ്രമാണിച്ച് നമ്മളൊരു പാലട പായസം ഉണ്ടാക്കാൻ പോണ്. അപ്പോൾ എന്തായാലും കണ്ടിട്ട് പോകാം ഗൈസ്. നമ്മൾ ഈ പാലട പായസം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചേരുവകൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ 200 ഗ്രാം വേവിച്ച മലബാർ പാലടിയാണ്, പിന്നെ 3.5 ലിറ്റർ പാലാണ് ഗൈസ്, പിന്നെ 1/2 കിലോ പഞ്ചസാര. ഗൈസ് ഈ ടേബിളിലാണ് ഗൈസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അച്ഛൻ ചേരുവകളൊക്കെ എടുത്തിട്ട് വരുന്നുള്ളൂ, അപ്പം നമുക്ക് വന്നിട്ട് നോക്കാം. ഗൈസ് എല്ലാ സാധനവും കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇത് 3 ലിറ്റർ പാലും പിന്നെ 1 ലിറ്റർ വെള്ളവും കൂടി 3 മണിക്കൂർ കുറുക്കിയെടുത്ത മിക്സാണ് ഗൈസ്. അപ്പോൾ ഗൈസ് 3 ലിറ്റർ പാല് കുറുക്കിയെടുത്താണ് ഗൈസ്. 3 മണിക്കൂർ കൊണ്ട് കുതിക്ക് വയ്ക്കുകയാണ് ഗൈസ്. കലക്കിടാം. അതിട്ടോ അടുത്ത് ഇതിട്ട് ഇട്ടിട്ട് അട ഇടുന്നു പറഞ്ഞാൽ അടയിടും. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ അടിയാണ് ഗൈസ് ഇടാൻ പോണ്. അപ്പോൾ ഗൈസ് ഇത് തിളക്കണം ഗൈസ്. അടിപൊളിയായി വേവിച്ച് വരുന്നു ഗൈസ്. അടുത്തത് 1/2 കിലോ പഞ്ചസാര ഇട്ടിട്ടാണ് ഗൈസ്. ഗൈസ് പായസം സൂപ്പറായി തിളക്കുന്നുണ്ട് ഗൈസ്. തിളച്ച് മറിയുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഏകദേശം ആകാറായി ഗൈസ്. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി കുട്ടികളെല്ലാവരും കൂടി കുടിക്കണ ഗൈസ് പരിപാടി. അപ്പോൾ ഗൈസ് എല്ലാവരും ഓണത്തിന് ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഗൈസ് പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അടിപൊളിയുണ്ട് ഗൈസ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഗൈസ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ്. പിന്നെ ഓണത്തിന് സദ്യ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ക്യാമറമാൻ ചാനലിൻ്റെ ഒപ്പം ഇറ്റ്സ് മീ അഭിഷേക് ബച്ചൻ സൈനിങ് ഔട്ട്.